രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കും. അതായത് നമുക്കെല്ലാം ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ് പേയ്മെൻറ്റ് നടത്താനായിട്ട്. ഇപ്പോൾ ഫോൺ പേ ആണെങ്കിലും ശരി, ഗൂഗിൾ പേ ആണെങ്കിലും ശരി, ഈ പറയുന്ന സാധനങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നൊരു കാലത്ത് നമ്മൾ എ ടി എമ്മിൽ പോകും, പൈസ എടുക്കും, നമ്മളെടുത്ത് ചിലവഴിക്കും. പക്ഷേ ഈ സാധനങ്ങളൊക്കെ വന്നതോടുകൂടി നമ്മുടെ ചിലവിൻ്റെ രീതികൾ മാറാൻ തുടങ്ങി. അതായത് നമ്മൾ പണം എ ടി എമ്മിൽ നിന്ന് എടുക്കുന്നു, ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു വേദന ഉണ്ടാകും, ഒരു വിഷമം ഉണ്ടായിരിക്കും. അയ്യോ, ഞാനിപ്പോൾ ഇത് ചിലവഴിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് പണം പോകുന്നു, ഇത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. പക്ഷേ ഈ സാധനം ഓൺലൈൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഈ പറയുന്ന ഗൂഗിൾ പേ എന്ന് പറയുന്ന സമയത്ത് നമുക്കതിൻ്റെ ഫീല് കിട്ടുന്നില്ല. അതായത് നമ്മൾ പണം ചിലവഴിക്കുകയാണല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും പണം പോവുകയാണല്ലോ എന്ന് പറയുന്നൊരു സാധനം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താണ്, നമ്മളിപ്പോൾ ആമസോണിൽ നിന്നാണെങ്കിലും ശരി, ഫ്ലിപ്കാർട്ടാണെങ്കിലും ശരി, സ്വിഗ്ഗി, സൊമാറ്റോ, ഈ പറഞ്ഞു തന്ന സാധനങ്ങളിൽ നിന്നല്ല നമ്മൾ മാക്സിമം സാധനങ്ങൾ വാങ്ങുന്നു, ഉപയോഗിക്കുന്നു, പണം പോകുന്നത് നമ്മൾ അറിയുന്നില്ല. കാര്യങ്ങൾ ഇതെല്ലാം ഓൺലൈനിലൂടെ നടക്കുന്നതുകൊണ്ട്. പക്ഷേ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ അങ്ങനെ ആയിരുന്നില്ല. പണം കൊടുക്കുന്നു, കൈകൊണ്ട് എണ്ണി കൊടുക്കുന്നു, അപ്പോൾ അതിൻ്റെ വേദന ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ അത് നടക്കുന്നില്ല.